എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. നമുക്കത് ആദ്യമായിട്ട് മാതൃഭൂമി പത്രം നോക്കാം. കാരണം ഇന്നലെ മുതലേ മാതൃഭൂമിയാണ് താരം. സഖാക്കന്മാർ മുഴുവനും മാതൃഭൂമിക്കെതിരെ പടവാളുമായി ഇറങ്ങിയിരിക്കുകയാണ്. മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി ആ രേഖ PB-യിലേത് എന്നാണ്. ഇന്നലെ മാതൃഭൂമി പുറത്തുവിട്ട ആ എക്സ്ക്ലൂസീവ് വാർത്തയുടെ ഫോളോ അപ്പ് ആണ് ആ രേഖ PB-യിലേത്. മറുപടി പറയാതെ CPM നേതൃത്വത്തിന് മറുപടിയില്ല. ഈ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവര്. ഇപ്പോ സ്വന്തം ഒരു നെറികേട്, സ്വന്തം പാർട്ടിയിലെ ഒരു ഏറ്റവും അഴിമതി നിറഞ്ഞൊരു ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ ആർക്കും മറുപടിയില്ല. ഏതായാലും നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. വാർത്ത ഇങ്ങനെയാണ്. ബിജു പരവത്തിന്റെ വാർത്തയാണ്. CPM പോളിറ്റ് ബ്യൂറോക്ക് കത്തായി നൽകിയ രഹസ്യ പരാതി കോടതിയിൽ രേഖയായി എത്തിയതിൽ വെട്ടിലായി CPM. വാർത്ത പുറത്തു വന്നിട്ടും ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. അതേസമയം കോടതിയിൽ നൽകിയത് PB-യുടെ കൈവശമുള്ള പരാതി ആണ് എന്ന് കേസ് ഫയൽ ചെയ്ത ലണ്ടനിലെ CPM അംഗമായ രാജേഷ് കൃഷ്ണ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. മധുര പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയത്. ഇതിൽ തനിക്കെതിരെ PB-ക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് നൽകിയ പരാതി കൂടി ഉൾപ്പെടുത്തി. PB-ക്ക് ലഭിച്ച പരാതി എങ്ങനെ രാജേഷ് കൃഷ്ണയ്ക്ക് ചോർന്നു കിട്ടിയെന്ന ചോദ്യം ഉയരുമ്പോൾ അത് പാർട്ടി രേഖ അല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം CPM സൈബർ ഇടത്തിൽ ശക്തമായി. അങ്ങനെയാണ് വാർത്ത വരുന്നത്. നമുക്ക് ഇന്നത്തെ ദേശാഭിമാനി ഇതെല്ലാം കൂടി വന്നപ്പോൾ ദേശാഭിമാനിക്ക് ആകെ വട്ടിളകിയിട്ടുണ്ട്. ദേശാഭിമാനി ഇന്നത്തെ 1-ാം പേജില് എന്താ പറയുന്നത് അറിയോ? ഇതാ, രഹസ്യരേഖയല്ല, അസൽ വ്യാജ വാർത്ത. അത് രഹസ്യരേഖയല്ലത്രേ, പിന്നെന്താണ്? അസൽ വ്യാജ വാർത്ത. ഇന്നലെ മാതൃഭൂമി ബ്രേക്ക് ചെയ്ത ആ വാർത്തയെ കുറിച്ചാണ് പറയുന്നത്. ആ വാർത്ത ഇങ്ങനെയാണ്. CPIM പോളിറ്റ് ബ്യൂറോയുടെ വലിയ രഹസ്യം ചോർന്നു എന്ന നിലയിൽ ഞായറാഴ്ച 1-ാം പേജിൽ മാതൃഭൂമി പത്രം പ്രസിദ്ധീകരിച്ചത് വ്യാജ വാർത്ത എന്നാണ് പറയുന്നത്. അതായത് ഇന്നലെ മാതൃഭൂമി 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചത് വ്യാജ വാർത്ത. ഇതാണ് ഇന്നലത്തെ മാതൃഭൂമിയുടെ 1-ാം പേജാണ്. PB രഹസ്യം ചോർന്നു. CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് ആരോപണമുള്ള രഹസ്യ രേഖ ചോർന്നു എന്നാണ് ഇതിന്റെ തലക്കെട്ടും അതിന്റെ ഡെക്കും ഒക്കെ. അതിനെ കുറിച്ചാണ് ദേശാഭിമാനി പറയുന്നത്. ആകെ ബേജാറായിട്ട് ദേശാഭിമാനി ആകെ ഇങ്ങനെ മുട്ടിടിക്കുന്നുണ്ട്. അപ്പോഴാണ് ദേശാഭിമാനി പറയുന്നത് അത് രഹസ്യരേഖയല്ല കേട്ടോ, അസൽ വ്യാജ വാർത്ത. എന്നിട്ട് ദേശാഭിമാനിയുടെ ന്യായീകരണം നിങ്ങളൊന്ന് കേൾക്കണം. അതിങ്ങനെയാണ്. CPM പോളിറ്റ് ബ്യൂറോയുടെ വലിയ രഹസ്യം ചോർന്നു എന്ന നിലയിൽ ഞായറാഴ്ച 1-ാം പേജിൽ മാതൃഭൂമി പത്രം പ്രസിദ്ധീകരിച്ചത് വ്യാജ വാർത്ത. വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനൊപ്പം CPIM-നെതിരായി നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്താ പരമ്പരയിലെ മറ്റൊരു കള്ളമാണിത്. PB രേഖ ചോർന്ന് എതിർകക്ഷിക്ക് ലഭിക്കുകയും അത് കോടതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് മാതൃഭൂമിയുടെ വ്യാജ സൃഷ്ടിയിലെ കണ്ടെത്തൽ. രേഖ കോടതിയിലെത്തിയതറിഞ്ഞ് CPM നേതാക്കന്മാർ ഞെട്ടി. എല്ലാവരും ഞെട്ടി മുട്ടിടിച്ചിരിക്കുന്നത്. ഗോവിന്ദ മാഷിനൊക്കെ കാണേണ്ടിയിരുന്നു. നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. വാർത്താ ചാനലുകളിൽ ഗോവിന്ദ മാഷോട് പ്രതികരണം ചോദിച്ചപ്പോൾ മാഷ് ആകെ ഇഞ്ചി കടിച്ച കുറഞ്ഞെന്നല്ല പറയാ. മാഷാകെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ചുളിച്ചിട്ടേ എന്ത് പറയാനാണ്, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷ് ഇങ്ങനെ തട്ടിക്കേറി നടക്കുന്നൊക്കെ നമ്മൾ കണ്ടു. മാഷ് മാത്രമല്ല, തോമസ് ഐസക്ക്, MB രാജേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ആകെ ഈ ഉടുത്തതിൽ നമ്മൾ സാധാരണ പറയാറില്ലേ, ഞാനത് പറയുന്നില്ല, ആ ഒരു അവസ്ഥയാണ് CPM-ൻ്റെത്. എല്ലാ ദിവസവും CPM-ന്റെ മണ്ടക്ക് ഇങ്ങനെ അടി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടൊരു ഉളുപ്പില്ലാതെ വ്യാജ വാർത്ത എന്ന് പറയുകയാണ്. ഇനി ബാക്കി ഇവരുടെ ന്യായീകരിച്ച് മെഴുകുന്നത് കാണാം. ഒരാൾ PB-ക്ക് അയച്ച പരാതിയാണ് മാതൃഭൂമിക്ക് പാർട്ടി രേഖ. അതായത് മാതൃഭൂമി വാർത്തയിൽ പാർട്ടി രേഖ എന്ന് പറയുന്നു. ഇത് പാർട്ടി രേഖ തന്നെയാണ്. അതായത് PB-ക്ക് ഒരാൾ ഒരു പരാതി അയക്കുകയാണ്. ഒരു പരാതി കത്ത് PB-ക്ക് അയച്ചു കഴിഞ്ഞാൽ വളരെ രഹസ്യമായ ഒരു പരാതി കത്ത് പാർട്ടി അംഗങ്ങളുടെ
അഴിമതി കഥകൾ നിറഞ്ഞ ഒരു ആരോപണം ഒരു കത്തായിട്ട് PBക്ക് നൽകി കഴിഞ്ഞാൽ PBയുടെ രേഖയാണത്. PB ഒരു രഹസ്യ രേഖയായി അന്വേഷണം നടത്തേണ്ടതാണ് ഈ പറയുന്ന കത്ത് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇവർ പറയുന്നത് ഒരാൾ PBക്ക് അയച്ച പരാതിയാണ് മാതൃഭൂമിക്ക് പാർട്ടി രേഖ. അപ്പൊ ഈ വാക്കിൽ പിടിച്ച് കളിക്കുകയാണേ. പാർട്ടി രേഖ എന്ന് പറയുന്നത് പാർട്ടി രേഖയൊന്നുമല്ല എന്നാ പറയുന്നത്. ഇതാകട്ടെ വളരെ നേരത്തെ പരാതിക്കാരൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതും അവിടെയാണ് ദേശാഭിമാനി മറ്റൊരു ആനക്കള്ളം പറയുന്നത്. ഇത് പരാതിക്കാരൻ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതല്ല. ഇങ്ങനെ ഒരു പരാതി താൻ PBക്ക് കൊടുക്കുന്നുണ്ട്, അത് ഇന്നതിനെ കുറിച്ചുള്ള പരാതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഷർഷാദ് പറയുന്ന ആള് പരാതിക്കാരൻ. അതല്ലാതെ താൻ PBക്ക് കൊടുത്ത ആ പരാതി കത്ത് വളരെ ദീർഘമായ കത്താണ്, 10-26 പേജുള്ള കത്താണ്. അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടില്ലെന്നേ. എന്നിട്ട് ദേശാഭിമാനി പറയണം അത് സോഷ്യൽ മീഡിയയിൽ പണ്ട് പങ്കുവെച്ചതാണ്, അത് രഹസ്യരേഖയൊന്നും അല്ലാന്ന്. ഇവരുടെ വിചാരം, ഈ സഖാക്കന്മാർക്കൊക്കെ വിചാരമാണ് ഞങ്ങൾക്ക് മാത്രമേ വിവരമുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പൊട്ടന്മാരാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഈ സഖാക്കന്മാരൊക്കെ നമ്മളോടൊക്കെ സംസാരിക്കുമ്പേ എന്ത് കാര്യത്തെക്കുറിച്ച് ഇവർ പറയും. ഇപ്പൊ നമുക്കിപ്പോ ഓരോ കാര്യത്തെക്കുറിച്ചും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കും. ഈ കാഴ്ചപ്പാടുകൾ സ്വരൂപിക്കുന്നത് ആ വ്യക്തിയുടെ അനുഭവത്തിൽ നിന്ന്, അയാൾക്ക് കിട്ടിയ വിവരങ്ങളിൽ നിന്ന്, അയാളുടെ ബോധ്യങ്ങളിൽ നിന്ന്. ഇതൊക്കെ ആയിരിക്കണം ഒരു വ്യക്തി ഒരു ഇഷ്യൂയെ കുറിച്ച് അയാൾക്ക് കിട്ടുന്ന വിവരവും അയാൾ അത് പങ്കുവെക്കുന്നതും. പക്ഷെ സഖാക്കന്മാരുടെ വിവരം എന്താ അറിയോ? ഞങ്ങൾ മാത്രമേ വിവരമുള്ള ആൾക്കാരുള്ളൂ, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി. അതായത് ഞങ്ങളുടെ പിണറായി സഖാവ് ഉണ്ടല്ലോ, പിണറായി സഖാവ് ഒരു കാര്യം പറഞ്ഞാൽ അതിനങ്ങപ്പുറം പിന്നെ ഒന്നുമില്ല. അതായത് പട്ടാപ്പകല് പിണറായി സഖാവ് പറയാണ് ഇപ്പൊ നല്ല പാതിരാത്രിയാണല്ലോ എന്ന് പറഞ്ഞാൽ പാതിരാത്രിയാണ്. കാരണം എന്താ? പിണറായി സഖാവ് പറഞ്ഞതല്ലേ. ഇത് നമ്മുടെ അഖിൽമാരാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു പട്ടിക്കാഷ്ടം എടുത്തൊരു പ്ലേറ്റിൽ വെച്ചിട്ട് അന്തംഗമ്മിയോട് പറയാണ്, ഇത് നല്ല ചോക്ലേറ്റ് ആണ് കേട്ടോ, ഇത് നല്ല ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റിന്റെ നിറവും പട്ടിക്കാട്ടത്തിന്റെ നിറമൊക്കെ ഏതാണ്ട് ഒരേ ലെവലിൽ വരുമല്ലോ. ഇത് ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ ആരാ പറയേണ്ടത്? പിണറായി സഖാവ് പറയാണ് ഇത് നല്ല ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നു? ഇവരത് തിന്നിട്ട് പറയും ആഹാ എന്ത് നല്ല ചോക്ലേറ്റ് എന്ന് ഇവര് പറയും അത്രേ. അതാണ് ഈ അന്തംഗമ്മികളുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. നമുക്കിപ്പോ ആര് പറഞ്ഞു കഴിഞ്ഞാലും ഇത് അങ്ങനെയാണല്ലോ ഇപ്പൊ സംഭവിക്കുന്നത്. അപ്പൊ ഇത് നരേന്ദ്രമോദിക്കെതിരായ ആരോപണങ്ങളൊക്കെ വരുന്നത് എന്താണ്? നരേന്ദ്രമോദിയോട് ഇവർക്ക് ആർക്കും ഒരു താല്പര്യമില്ല. നരേന്ദ്രമോദി ചെയ്യുന്നത് മുഴുവൻ, നരേന്ദ്രമോദി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തെന്ന് വിചാരിച്ചാൽ നരേന്ദ്രമോദി ഒരു കാര്യവും ചെയ്തിട്ടില്ല. നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ 2 ടേം കഴിഞ്ഞ് 11-12 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 12 വർഷം ഇന്ത്യ ഏതുവിധം ശക്തമായി. നരേന്ദ്രമോദി അധികാരത്തിലേറ്റതിനു ശേഷം ഇന്ത്യയുടെ ഒരു മുന്നോട്ടുള്ള കുതിപ്പ് എത്രമാത്രമാണ്, അഴിമതി എത്രമാത്രം കുറഞ്ഞു, ഇവിടെ സാധാരണക്കാർക്ക്, ദരിദ്രരായ ആൾക്കാർക്ക് എത്രമാത്രം ഇവരുടെ എന്താ പറയാ സഹായങ്ങൾ ഇവരിലേക്ക് നേരിട്ടെത്തി, രാഷ്ട്രം ഏത് രീതിയിലാണ് മുന്നോട്ട് കുതിക്കുന്നത്, മറ്റു ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ എത്രമാത്രം ഉയരത്തിലാണ്, പാകിസ്ഥാനെ പോലെയുള്ള നമ്മുടെ ഈ ശത്രു രാജ്യങ്ങൾ എത്രമാത്രം നമ്മെ പേടിക്കുന്നു, നമ്മൾ എത്രമാത്രം നമ്മുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു, എത്രമാത്രം ഇവിടെ വ്യവസായങ്ങൾ വർദ്ധിക്കുന്നു, എത്രമാത്രം ആത്മഭാരത് പദ്ധതി അനുസരിച്ച് നമ്മൾ എന്തൊക്കെയാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക. അങ്ങനെ ഒരുപാട് എണ്ണി പറഞ്ഞാൽ തീരാത്തത്ര നേട്ടങ്ങൾ ഉണ്ടാക്കിയ നരേന്ദ്രമോദിയെ ഇവർക്കൊക്കെ പുച്ഛമാണ്. കാരണം എന്താണ്? കാരണം BJP RSS അവർ ചെയ്യുന്നത് മുഴുവനും തകരാറാണ്. ഇങ്ങനെയല്ല നമ്മൾ ഒരു കാര്യത്തെ വിലയിരുത്തേണ്ടത്. ആര് എന്ത് ചെയ്തു, അവർ ചെയ്ത കാര്യത്തിന്റെ മെറിറ്റാണ് നോക്കേണ്ടത്, അവർ ഏത് പാർട്ടി എന്നുള്ളതല്ല. ഈ സഖാക്കന്മാരെ അതുകൊണ്ടാണ് സഖാക്കന്മാര് ഇന്ന് നാമാവശേഷമായി കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭയിൽ എത്ര മെമ്പർമാരുണ്ട് എന്നുള്ളത് പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ. ഇനിതാ ഈ അടുത്ത 2026 നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതോട് കൂടിയിട്ട് അതിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, അതോടുകൂടി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും CPMന്റെ ഒരു ഭരണമില്ലാത്തൊരവസ്ഥ വരും. പക്ഷെ അതിന് കോൺഗ്രസ്സുകാര് അതിന് സന്നദ്ധാകുമെന്നുള്ള കണ്ടറിയണം. കാരണം പണ്ടങ്ങനെയാണല്ലോ. കാരണം CPM അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ള ഒരു രീതിയാണല്ലോ വരിക. ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥിതി
അതീവ അതീവ ശോചനീയമാണ്. പക്ഷേ BJP വളരെ കരുത്തോടെ ഗ്രൗണ്ടിൽ തന്നെ ഇവര് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇവര് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 10-40 സീറ്റുകളിലേക്ക് ഇപ്പം തന്നെ സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ ആസൂത്രണം നടക്കുന്നു. RSSന്റെ നേതൃത്വത്തിൽ ഏറ്റവും താഴെ തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവർ പ്രവർത്തിക്കുന്നു. വളരെ നിശബ്ദമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ കാത്തിരുന്നോ? ഈ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP ഏതു വിധമായിരിക്കും അടിച്ചു കയറുക? ഇപ്പം തന്നെ 20% കൂടുതൽ വോട്ടുകളുണ്ട്. 25% വോട്ട് കിട്ടിയാൽ തന്നെ ഇവരടുത്ത നിയമസഭയിലേക്ക് ശക്തമായ ത്രികോണ മത്സരം എല്ലാ ജില്ലകളിലും ഉണ്ടാവും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വസ്തുതയാണത്. അവരുടെ ഏറ്റവും പുതിയ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തങ്ങൾ എതിർക്കേണ്ട അല്ലെങ്കിൽ തങ്ങൾക്ക് ആരൊക്കെയാണ് തോൽപ്പിക്കേണ്ടത് എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്തില്ല. അവര് എതിർ സ്ഥാനാർത്ഥിക്ക് മറ്റ് CPMന്റെ ഒരു നേതാവിന്, അതായത് കൂടുതൽ എങ്ങോട്ടേക്ക് പോകണ്ട, പിണറായി വിജയനെ തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനെ തോൽപ്പിക്കും. റിയാസിനെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റിയാസിനെ തോൽപ്പിക്കും. ഇതിനുവേണ്ടി അവർ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജി എടുക്കും? സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന ഒരു രീതി കൂടി എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി കാത്തിരിപ്പില്ല. നമുക്ക് അതിന്റെ ഒരു പ്രകടമായ ഉദാഹരണമാണ് ഗവർണർ അർലേക്കറിൽ നമ്മൾ കാണുന്നത്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെ ഒക്കെ നമ്മളിങ്ങനെ ഇവിടുത്തെ CPMകാര് ഇയാളെ എന്തൊക്കെ പറയാമോ അതൊക്കെ പറഞ്ഞുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളൊക്കെ ആയിരുന്നു നടത്തിയത്. അർലേക്കർ വന്നു കഴിഞ്ഞപ്പോൾ എന്തൊരു നല്ല ഗവർണർ എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഇപ്പതാ അർലേക്കർ വളരെ കൃത്യമായി RSSന്റെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അതിനുള്ള എല്ലാവിധ സംവിധാനം ഇതൊക്കെ വരുത്തി തീർക്കുന്ന ആരാണെന്നറിയോ? സഖാക്കൾ തന്നെയാണ്. മണ്ടൻ സഖാക്കൾ, തിരുമണ്ടൻ സഖാക്കൾ. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഇവരുടെ ഒരു കഴിവില്ലായ്മ, പേടി. ആ പേടിയിൽ നിന്നാണ് ഇവർ ഈ ഒരു ഏകാധിപത്യ പ്രവണത ഉണ്ടാകുന്നത്. ശരിക്കും പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പേടിത്തൊണ്ടനായ മുഖ്യമന്ത്രിയാണ്. അതാണല്ലോ ഈ 45 കാറുകളുടെ അകമ്പടിയോടെ ഇയാൾ പോകുന്നത്. പണ്ട് നായനാരോട് ഈ അകമ്പടി വാഹനം വേണ്ടെന്ന് ചോദിച്ചപ്പോൾ നായനാട് ചോദിച്ചു, നമ്മക്കെന്തിനാടോ അകമ്പടി? ഈ നമ്മുടെ ആൾക്കാര്, നമ്മുടെ സാധാരണ ജനങ്ങൾ നമ്മളെ കൂടല്ലേ, പിന്നെ നമുക്കെന്തിനാ അകമ്പടി എന്ന് ചോദിച്ച CPMന്റെ മുഖ്യമന്ത്രിമാരൊക്കെ നമുക്കുണ്ടായിരുന്നു കേട്ടോ. പിണറായി അങ്ങനെയില്ല. പിണറായി പണ്ട് ജയശങ്കർ വക്കീൽ പറഞ്ഞ കാര്യം പാറ്റൻ ടാങ്ക് മൂപ്പർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. പാറ്റൻ ടാങ്ക് കിട്ടിയിരുന്നെങ്കിൽ മൂപ്പർ അതും ഈ 45 കാറുകളുടെ പിന്നിലും മുന്നിലുമായി ഓരോ പാറ്റൻ ടാങ്ക് മൂപ്പർ കൊണ്ടുപോകായിരുന്നു. പക്ഷെ അതിന് ഇന്ത്യ രാജ്യത്ത് അതിനുള്ള അനുമതി ഇല്ല അത്ര ഈ പാറ്റൻ ടാങ്ക് കൊണ്ടുനടക്കാൻ. അങ്ങനെയാണെങ്കിൽ അതും കൊണ്ട് നടക്കുമായിരുന്നു എന്നാണ് ജയശങ്കർ വക്കീൽ ഒരിക്കല് എന്താ പറയാ തമാശയായി പറഞ്ഞത്. തമാശയല്ല, കാര്യമാണ്. പിണറായി സഖാവ് അതും ചെയ്യും. മുകളിൽ എന്താ പറയാ ഈ ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കും. മൂപ്പര് ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, ഓരോ മാസവും അതിന് കോടിക്കണക്കിന് രൂപ വാടകയായി കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല CPMന്റെ ഈ തോന്നിവാസങ്ങൾ. അതിന്റെ ഇടയിലാണ് CPMലെ മന്ത്രിമാരും മുൻമന്ത്രിമാരും പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാട് നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണം വന്നിരിക്കുന്നത്. അതാണ് ഇവരിങ്ങനെ പുച്ഛിച്ച് തള്ളുന്നത്. എന്നിട്ട് ദേശാഭിമാനി പറയുകയാണ്, 2022 പരാതി നൽകിയ കാര്യം ചെന്നൈയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ തന്നെ ഈ വ്യവസായി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു എന്ന് മാതൃഭൂമി സമ്മതിക്കുന്നു. അതെ, മാതൃഭൂമി പറയുന്നുണ്ട് അത്. പക്ഷേ അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് കൊടുത്തില്ല എന്ന് കൂടി മാതൃഭൂമി പറയുന്നുണ്ട്. മുഴുവൻ ഡീറ്റെയിൽസും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പരാതിക്കാരൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് അങ്ങനെ മാതൃഭൂമിക്ക് രഹസ്യരേഖയാകുന്നു. വാർത്തക്കുള്ളിലെ ഉള്ളടക്കത്തെ അതേ വാർത്തയിൽ തന്നെ നിഷേധിക്കുന്ന അപൂർവ കാഴ്ച എന്നൊക്കെ പറഞ്ഞാണ്ട് അതായത് തങ്ങളുടെ പാർട്ടിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്രം ചില വസ്തുതകൾ പുറത്തു വരുമ്പോൾ, ആരോപണമല്ല തെളിവുകൾ പുറത്തു വരുമ്പോൾ, ഇവർ നേരെ പറഞ്ഞ മാതിരി പട്ടിക്കാട്ടം ചോക്ലേറ്റ് ആണ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇതാണ് ഇവര് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. രഹസ്യരേഖയിൽ അസൽ വ്യാജ വാർത്ത. അപ്പൊ മാതൃഭൂമിയിൽ വന്നത് മുഴുവൻ വ്യാജ വാർത്തയാണ് എന്ന് പറഞ്ഞ് ഇവര് സ്വയം കൈകഴുകുന്ന ഒരവസ്ഥയാണ് ദേശാഭിമാനിയിൽ കാണുന്നത്. ദേശാഭിമാനിയിൽ നമുക്ക് പിന്നെ വരാം. അപ്പൊ ഇത് ഇന്നലത്തെ മാതൃഭൂമി PB രഹസ്യം ചോർന്നു എന്നുള്ളതിന്റെ ഇന്നത്തെ മാതൃഭൂമിയില് നമ്മൾ ഇന്നത്തെ പത്രമാണല്ലോ അവലോകനം ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ മാതൃഭൂമിയിലെ ആ രേഖ PBയിലേത് എന്നുള്ള തലക്കെട്ടിലാണ് കൊടുത്തത്. ബിജു പരവത്തിന്റെ സ്റ്റോറി ഞാൻ ഒരിക്കൽ കൂടി അത് വായിക്കാം. CPM പോളിറ്റ് ബ്യൂറോക്ക് കത്തായി നൽകിയ രഹസ്യ പരാതി കോടതിയിൽ രേഖയായി എത്തിയതിൽ വെട്ടിലായി പാർട്ടി. അങ്ങനെ CPM വെട്ടിലായിരിക്കുകയാണ്. ഇനി വളരെ ഈ വാർത്തകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ സംഭവത്തെ കുറിച്ച് കൂടുതൽ ഇപ്പൊ ബിന്ദു ടീച്ചറോട് ചോദിച്ചാൽ ബിന്ദു ടീച്ചർ പറഞ്ഞു എനിക്ക് അതിനെ കുറിച്ചൊന്നും മനസ്സിലായില്ല കേട്ടോ. അത് വിവരമുള്ള ആൾക്കാരൊക്കെ പറയുന്നതാണ് ബിന്ദു ടീച്ചർ പറഞ്ഞത്. ടീച്ചർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം
അങ്ങനെയാണ്. ടീച്ചർക്ക് വലിയ ഒരു ബോധവും വിവരമൊന്നും ഇല്ല. അപ്പൊ പിന്നെ ടീച്ചർ ചാടിക്കറിയൊന്നും പറഞ്ഞില്ല. നമ്മളെ വീണ ജോർജ് ആണെങ്കിൽ വീണ് കിടന്ന് ഉരുളുകയായിരുന്നു. അപ്പൊ ഏതായാലും എന്താണ് ഈ സംഭവം എന്ന് വളരെ കൃത്യമായി മാതൃഭൂമി ഒരു ബോക്സ് സ്റ്റോറിയിൽ പറയുന്നു. അതിങ്ങനെയാണ്: രഹസ്യരേഖ ആര് എപ്പോൾ എങ്ങനെ ചോർത്തി. രഹസ്യരേഖ ആര് എപ്പോൾ എങ്ങനെ ചോർത്തി. അതിലെ ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: പാർട്ടി കോൺഗ്രസിൽ ലണ്ടനിൽ നിന്നുള്ള പ്രതിനിധിയായി പങ്കെടുക്കാനിരുന്ന രാജേഷ് കൃഷ്ണയെ കുറിച്ച് വ്യവസായി മുഹമ്മദ് ഷർഷാദ് PBക്ക് പരാതി നൽകുന്നു. പാർട്ടി നേതാക്കൾക്ക് ഹവാല പണം ഇടപാടിലടക്കം പങ്കാളിത്തം എന്ന് ആരോപണം. രണ്ടാമത്തെ പോയിന്റ്: പ്രതിനിധി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ചൂണ്ടിക്കാട്ടി രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ സ്വകാര്യ ന്യായം നൽകി. ഇതിന് ഒപ്പം തനിക്കെതിരെയുള്ള പരാതി കൂടി ഉൾപ്പെടുത്തി. അതായത് തനിക്കെതിരെ ഈ മുഹമ്മദ് ഷർഷാദ് തനിക്കെതിരെ PBയിൽ നൽകിയ പരാതി കൂടി ഇയാള് ആ PBയിലെ രഹസ്യരേഖയായ ഈ ഷർഷാദ് അയച്ച പരാതി ആ PBയിൽ നിന്ന് ചോർത്തി കൊടുത്തത് ഗോവിന്ദ മാഷ മോനാണെന്നാണ് പറയുന്നത്. ശ്യാംജിത്ത് എന്ന് പറയുന്ന ഗോവിന്ദ മാഷിന്റെ മോനാണ് ചോർത്തിയത് എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം. ഗോവിന്ദ മാഷിന്റെ മുഖമൊക്കെ അതാണ് കടന്നൽ കുത്തിയമായിരുന്നു ചീർത്തത്. ഒക്കെ പിടിക്കപ്പെടുന്നു. ഗോവിന്ദ, നിന്റെയൊക്കെ സ്ഥിതി കാത്തിരുന്ന് കണ്ടോ. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ്: പോളിറ്റ് ബ്യൂറോയുടെ കൈവശമുള്ള രേഖ രാജേഷിന് ചോർത്തി നൽകിയത് MV ഗോവിന്ദന്റെ മകൻ ശ്യാമാണെന്നാണ് ഷർഷാദിന്റെ ആരോപണം. അതാണ് ഷർഷാദിന്റെ ആരോപണം. അപ്പോൾ താൻ PBക്ക് അയച്ച കത്ത്, ഈ മുഹമ്മദ് ഷർഷാദ് PBക്ക് അയച്ച കത്ത് രാജേഷിനെതിരെ ഈ പാർട്ടിയിലെ സമുന്നത നേതാക്കൾക്കൊക്കെയും ഈ ഹവാല ഇടപാടുമായി ബന്ധമുണ്ട്. ഇവർക്ക് ഈ രാജേഷ് വഴി ഒരുപാട് ഫണ്ടുകൾ കൈമാറുന്നുണ്ട്. ഇതിനു വേണ്ടി ഒരുപാട് ഷെൽ കമ്പനികൾ രൂപീകരിച്ച് അങ്ങനെ എണ്ണമറ്റ പരാതികൾ PBയിൽ എത്തുമ്പോൾ ഈ കത്ത്, ഈ ആരോപണം അവിടുന്ന് ഈ ആരോപണം അടങ്ങിയ ഈ കത്ത് അവിടുന്ന് മുക്കിയിട്ട് ഇത് രാജേഷ് നൽകുന്നു. രാജേഷ് അത് ഈ ഷർഷാദിനെതിരായ ഒരു കോടതിയിലുള്ള ഒരു ഫൈറ്റില് ഇത് കോടതിയിൽ തെളിവായി സമർപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഈ രേഖ പുറത്തു വന്നത്. ഇനിയാണ് വരുന്ന ആളുകളിൽ CPMനുള്ളിൽ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും. കാരണം CPMന് ഇത് സമ്മതിച്ചേ തീരൂ. കാരണം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.